റോബോട്ടിക്സിന്റെ ക്യാപിറ്റലായിട്ട് മാറാനായിട്ട് പോകുന്നത് കേരളമാണ്. iHub റോബോട്ടിക്സിന്റെ ഫൗണ്ടേഴ്സ് ആണ് ഇന്നത്തെ ബീടോക്കിലിരിക്കുന്നത്. ഒരു ഇന്ത്യയിൽ നിന്നൊരു കമ്പനി വലിയൊരു ഫണ്ടിങ് ബാക്ക് ഇല്ലാത്തൊരു കമ്പനി റൺ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്, പ്രത്യേകിച്ച് റോബോട്ടിക്സ് എന്ന് പറയും. എത്രത്തോളം ഡെവലപ്പ് ആയി റോബോട്ട്സും ഹ്യൂമനോയിഡ്സും ഒക്കെ എന്തൊക്കെ ചെയ്യും? അതായത് നമ്മളെ ഇന്ത്യൻ അല്ലെങ്കിൽ അതുപോലെ സിനിമാസിൽ കണ്ടുകൊണ്ടിരുന്നത് അന്ന് ആക്ച്വലി അതൊരു ഫിക്ഷൻ ആയിരുന്നു, പക്ഷെ അതാണ് ഇപ്പൊ റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ലോക മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് റോബോട്ടിക്സ്. $24 ട്രില്യൺ ആണ് റോബോട്ടിക്സ് മാർക്കറ്റ് നെക്സ്റ്റ് 20 yearsൽ റീച്ച് ആവാൻ പോകുന്നത്. ഞാൻ പറയുന്നതല്ല, എലോൺ മസ്ക് പറയുന്നതാണ്. എലോൺ മസ്കിന്റെ സാലറി ഇപ്പൊ $1 ട്രില്യൺ ആക്കി. $1 ട്രില്യൺ നമുക്കറിയില്ല. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസും അച്ചീവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബോട്ട്സ് മനുഷ്യനെതിരെ തിരിയാനുള്ള സാധ്യതകളുണ്ട്. റോബോട്ടിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന അസിമോവ് റൂൾസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യന് ഹാംഫുൾ ആവുന്ന രീതിയിൽ റോബോട്ട് റിയാക്ട് ആവരുതെന്നുള്ളതാണ്. പക്ഷേ ഈ റൂളുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഡിഫൻസ് എന്ന് പറയുന്ന കാറ്റഗറി. നമ്മുടെ കളമശ്ശേരിയിൽ 24,000 സ്ക്വയർ ഫീറ്റിൽ ഹ്യൂമനോയിഡ് റോബോട്ട്സിന് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡീപ് ടെക് കമ്പനിയുടെ ബ്രാൻഡ് സ്റ്റോറിയാണ് ഇന്നത്തെ ബീടോക്കിൽ. iHub റോബോട്ടിക്സ്. iHub റോബോട്ടിക്സിന്റെ ഫൗണ്ടേഴ്സ് ആണ് ഇന്നത്തെ ബീടോക്കിലിരിക്കുന്നത്. വെൽക്കം ടു ബീടോക്ക്. പരിചയപ്പെടാം, ഓരോരുത്തരെ പരിചയപ്പെടാം. എൻ്റെ പേര് അഖിലാണ്, iHub റോബോട്ടിക്സിന്റെ കോ ഫൗണ്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. എൻ്റെ പേര് ആദിൽ കൃഷ്ണ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് iHub റോബോട്ടിക്സ്. ഒരാളും കൂടി ഉണ്ട് ഫൗണ്ടേഴ്സിൽ, ശരത്ത്. മൂപ്പര് ഫാക്ടറിയിലാണ് റോബോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും? അതെ, ഇപ്പം ഞങ്ങൾക്ക് അർജന്റ് ആയിട്ട് ഖത്തറിലേക്ക് റോബോട്ട് പോകേണ്ടതുണ്ട്. സോ ഇപ്പം സ്റ്റക്കായിരുന്നു. സോ ഇപ്പൊ പുള്ളി എവിടെ റോബോട്ട് എവിടെ കൊണ്ടുവന്നില്ല ഞങ്ങള്? റോബോട്ട് കൊണ്ടുവരാനായിട്ട് 100-120 കിലോ വെയിറ്റ് ഉണ്ട് റോബോട്ടിന്. നടന്നു വരില്ല? നടന്നു വരുന്നത് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് ജനറേഷൻ 3 കാറ്റഗറി റോബോട്ട്. ഇപ്പൊ നമുക്ക് കറന്റ് ഉള്ളത് വീൽ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ റോബോട്ട്സ് ആണ്. താര എന്നുള്ളതാണ് എന്റെ പേര്. വീൽ അതിങ്ങനെ പോകും. അതെ, ഓട്ടോണോമസ് ആയിട്ട് 1 point to another point ഓട്ടോണോമസ് ആയിട്ട് പോകാൻ പറ്റും അങ്ങനത്തെ റോബോട്ട്സ്. ദക്ഷ ഞാൻ വായിച്ചു, താര ഞാൻ വായിച്ചു. എത്ര റോബോട്ട്സ് ഉണ്ട്? അവരുടെ പേരെന്തൊക്കെയാ? ആക്ച്വലി താര എന്ന് പറയുന്നത് ജനറേഷൻ 1 കാറ്റഗറിയിലെ റോബോട്ടാണ്. ഞങ്ങൾ 2024 ലോഞ്ച് ചെയ്ത റോബോട്ടാണ്. താരയിൽ നമുക്ക് 3 കാറ്റഗറി ഉണ്ട്: താര കെയർ, താര ഗ്രീറ്റ്, താര ലേൺ. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റുകളിലേക്കാണ് റോബോട്ട്സ് വരുന്നത്. ഇപ്പോൾ താര ലേൺ നോക്കുകയാണെങ്കിൽ 100+ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഫുള്ളി ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ടീച്ചർ അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ക്ലാസ് എടുക്കും. റോബോട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ ക്ലാസ് എടുക്കുന്ന റോബോട്ടാണ് താര ലേൺ എന്ന് പറയുന്നത്. താര ഗ്രീറ്റ് എന്ന് പറയുന്ന ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് റിസപ്ഷനിസ്റ്റ്, ഗസ്റ്റിനെ വെൽക്കം ചെയ്യുക, ഓട്ടോണമസ് ആയിട്ട് നാവിഗേറ്റ് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് 7 റോബോട്ട്സിനെ UAE ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഷാർജ ഗവൺമെൻറ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ജനറേഷൻ 1 റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്തു. പിന്നെ നമുക്ക് താര കെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫോർ ഹോസ്പിറ്റൽ പർപ്പസ് ആണ്. പേഷ്യൻ്റ് മോണിറ്ററിങ്, പേഷ്യൻറ്റിന് മെഡിസിൻ എടുത്തു കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പൺ ചെയ്ത് അവരോട് സംസാരിക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് ഡോക്ടറിനെ അറിയിക്കുക. സോ അതാണ് താര കെയർ എന്ന് പറയുന്നത്. സോ ജനറേഷൻ 1 3 വേരിയൻറ്റ് അവൈലബിൾ ആണ്. ദക്ഷ ജനറേഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 4 വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ജനറൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ ഹ്യൂമനോയിഡ് ആണ്. മീൻസ് ഇൻഡസ്ട്രിയിലെ പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ് ദക്ഷ എന്ന് പറയുന്നത്. ദക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 8 to 10 feet ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊങ്ങുവാനായിട്ടും ഏകദേശം 25 കിലോ പേലോഡ് വഹിക്കാനായിട്ടും സാധിക്കുന്ന റോബോട്ടാണ് ദക്ഷ എന്ന് പറയുന്നത്. സ്പേസിലേക്ക് പോകാൻ പറ്റുമോ? അല്ല, നമുക്ക് റോബോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൊക്കം കൂടില്ലല്ലോ. പക്ഷെ റോബോട്ടിന്റെ പൊക്കം ലീനിയർലി അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പിക്ക് ആൻഡ് പ്ലേസ്, സോർട്ടിങ്, അസംബ്ലി ലൈനിലൊക്കെ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇൻഡസ്ട്രീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു 20-30 years ആയിട്ട് റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മേജർലി അതെല്ലാം ഇൻഡസ്ട്രിയൽ ആം റോബോട്ട്സ് ആണ്. അതായത് ഒരു എന്താ പറയുക, ഒരു സ്റ്റേഷനറി പൊസിഷനിൽ നിന്നുകൊണ്ട് ഇതർ പിക്ക് ആൻഡ് പ്ലേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മളെ റോബോട്ട്സിന് മൂവ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, പ്ലസ് ഇൻ്റലിജൻസും ഉണ്ട്. അതിനെ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒബ്ജക്ട്സ് പിക്ക് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. ദക്ഷയും താരയാണ് മെയിൻ റോബോട്ട്സിൽ. പുതിയ വരാൻ പോകുന്ന ഇത് ദക്ഷയുടെ തന്നെ അൾട്രാ വേർഷൻ ആണ് ജനറേഷൻ 3 ഫുൾ ബൈപ്പിഡൽ ഹ്യൂമനോയിഡ്. അതായത് മനുഷ്യനെ പോലെ ഇരിക്കുന്ന ലെഗ് ഒക്കെ ഉള്ള, നടക്കാനും ഓടാനും ചാടാനൊക്കെ കഴിവുള്ള റോബോട്ട്. അപ്പൊ ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപമുള്ള റോബോട്ട് എന്നല്ലേ ആണ്. പക്ഷേ ഫുള്ളി നമുക്ക് അങ്ങനെയുള്ള ഹ്യൂമനോയിഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സാദൃശ്യമുള്ളതെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ജനറേഷൻ 1 അതും ഹ്യൂമനോയിഡ് ആണ്, പക്ഷെ സെമി ഹ്യൂമനോയിഡ് ആണ്.
അപ്പം കളമശ്ശേരിയിലാണ് ഈ റോബോട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. അതെ. അത് ഒരു പുതിയ അറിവായിരുന്നു. ഒരുപാട് പേർക്ക് അതൊരു പുതിയ അറിവായിരിക്കും. അപ്പം ഇനി സ്പേസ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വെർട്ടിക്കൽ തന്നെ ഉണ്ട്. അപ്പം ഭാവിയിൽ ഫ്യൂച്ചറിൽ പോകാൻ പോകുന്ന റോബോട്ട് ചിലപ്പം നമ്മുടെ കളമശ്ശേരിയിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കുമോ? അതെ, ആക്ച്വലി നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡിഫൻസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, സ്പേസ് റോബോട്ടിക്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ 3 ഫീൽഡ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഡീപ് ടെക് റിസർച്ച് ഓറിയന്റഡ് കമ്പനിയാണ്. അതായത് നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിലേക്ക് വരാൻ പോകുന്ന ടെക്നോളജീസ് ഇന്നേ വർക്ക് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡീപ് ടെക് എന്ന് പറഞ്ഞിട്ട്. ഡീപ് ടെക് എന്ന് പറഞ്ഞാൽ എന്താ? ഡീപ് ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിന് ഡീപ് മൈൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഗൂഗിൾ അക്യൂർ ചെയ്തൊരു കമ്പനിയാണ്. ഗൂഗിളിന്റെ ഈ ഡീപ് മൈൻഡ് ആണ് ലോകത്തെ അവരുടെ എല്ലാ ടെക്നോളജി സ്റ്റാക്കിന്റെയും ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കും അങ്ങനത്തെ ഒരു ഡീപ്പ് മൈൻഡ് വേണമെന്ന് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഡീപ്പ് ടെക് എന്ന് പറയുന്നത്. ഡീപ്പ് ടെക് എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള ടെക്നോളജിയിൽ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർസും ടെക്നോളജി സ്റ്റാക്കുകളും ബിൽഡ് ചെയ്യുക. അതിന് തന്നെ നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി സ്റ്റാക്കുകളുണ്ട്. ലൈക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള GPUs, ക്ലസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയറുകൾ, ഇപ്പോൾ തോർ പോലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ബോർഡുകൾ, ഇതെല്ലാം നമ്മുടെ അവിടെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനാണ് ഡീപ് ടെക്നോളജി, ഡീപ് ടെക് എന്ന് പറയുന്നത്. ഇത് എവിടെയുള്ളത്? നമ്മുടെ ഓഫീസ് എവിടെയാ? നമുക്ക് എടപ്പള്ളി മെയിൻ ഹെഡ് ഓഫീസ് അവിടെയാണ് വരുന്നത്. നമുക്ക് അവിടെ തന്നെ ഒരു ട്രെയിനിങ് സെന്ററും നമുക്ക് അവിടെ തന്നെയുണ്ട്. ദെൻ നമ്മുടെ ഫാക്ടറിയാണ് ആക്ച്വലി കളമശ്ശേരി വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് ഫൗണ്ടേഴ്സ്. അതെ, റോബോട്ടിക്സിനോട് ഇഷ്ടം തോന്നി കോഴ്സ് പഠിക്കാൻ പോയവരാണ്. നിങ്ങളുടെ കഥ പറഞ്ഞുതരും. നിങ്ങൾ 3 പേരും കണ്ടുമുട്ടിയ, കമ്പനി തുടങ്ങാൻ പ്ലാൻ ചെയ്ത. ഓക്കെ, സോ ആക്ച്വലി ഞാൻ റോബോട്ടിക്സിനോട് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. ലൈക്ക് ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നു, അതിൻ്റെ ഇലക്ട്രോണിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതിനുശേഷം ഡെഫിനറ്റ്ലി നമുക്ക് ഒരു +2 ടൈം ആകുമ്പോഴേക്കും ഇതിലോട് ചായവുള്ളവർക്ക് ഡെഫിനറ്റ്ലി IIT പോകണം. ഞങ്ങളെല്ലാവരും JEE IIT എക്സാം എഴുതിയവരാണ്. ഏത് വർഷം? 2017. കോവിഡിന് മുന്നേ. അന്ന് ഏത് ബ്രാഞ്ചായിരുന്നു? ലൈക്ക് ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +2 കഴിഞ്ഞിട്ട് JEE നോക്കി, IIT കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് നോക്കി. റോബോട്ടിക്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. സോ അത് തപ്പി കേരളത്തിൽ കോളേജില്ല. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ അക്ഷയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോളേജിലെത്തി. അപ്പോൾ ഞാനും അഖിലും ഒരേ ക്ലാസ്സിലായിരുന്നു, ഒരേ ബെഞ്ചിലായിരുന്നു. ഞങ്ങളുടെ സീനിയർ ശരത്ത്, ഞങ്ങൾ ഫസ്റ്റ് ഇയർ കയറുമ്പോൾ പുള്ളി സെക്കൻഡ് ഇയർ സീനിയർ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരും പാഷൻ ഒരേ ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ടൈം പീരീഡിൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതേത് കമ്പനിയായിരുന്നു? ഓർമ്മയുണ്ടോ? അത് തിസ്രു റോബോട്ടിക്സ് പറയുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ, അത് ഈ പറയുന്ന പോലെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല, എന്നാലും കോളേജ് ടൈമിലുള്ളൊരു സംഭവം. അതെ, ആ സമയത്ത് തുടങ്ങി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ദെൻ നമ്മൾ ആഫ്റ്റർ കോവിഡിന് ശേഷം ദെൻ അഗെയിൻ റീജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പറയുന്ന iHub റോബോട്ടിക്സ്. നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, അപ്പോൾ ഫ്രണ്ട്സ് കൂടി കമ്പനി തുടങ്ങിയാൽ വിജയിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ലൈക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, പാഷൻ ഉണ്ടായിരിക്കണം. ഓരോരുത്തരും ഓരോ പൊസിഷൻ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ് ആണ് ലോകത്തെ എല്ലാ കമ്പനീസും ബിൽഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇടയ്ക്ക് ചെറിയ ഡ്രിഫ്റ്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 3 ഫ്രണ്ട്സ് തമ്മിൽ കമ്പനി തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആകിൽ പറ. ബേസിക്കലി അവിടെ മോർ ദാൻ ഫ്രണ്ട്സ്, ഐ ബിലീവ് ദാറ്റ് നമ്മളത് പ്രൊഫഷണൽ ആയിട്ടെല്ലാം കാണണം എന്നുള്ളതാണ്. നമ്മളത് നമ്മുടെ വിഷനിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കമ്പനിയുടെ ഒരു ആംഗിളിൽ നമ്മളെല്ലാം ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എടാപ്പൊടാ ബന്ധമല്ല. നമ്മൾ ആ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഐ തിങ്ക് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴേ നമുക്ക് വിഷൻ വൈസ് അത് അച്ചീവ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ. ഒരു സീനിയർ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? നമ്മുടെ വേവ് ലെങ്ത് ആയിരുന്നു, പാഷനേറ്റ് ആയിരുന്നു, ഈ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള ആളായിരുന്നു. സോ ടെക്നോളജിക്ക് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത്. സോ അങ്ങനെ ഒരുമിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തേക്കാണ്. എന്തൊക്കെയാ ഓരോരുത്തരും വഹിക്കുന്ന റെസ്പോൺസിബിലിറ്റി? ഇപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി, സെയിൽസ് വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി, എക്സ്പാൻഷൻ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ ഞാൻ ബേസിക്കലി എൻ്റെ പൊസിഷൻ CEO ആണ്. സോ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഓപ്പറേഷൻസ് ആൻഡ് സെയിൽസ് സൈഡാണ്. ദെൻ ആ പൊസിഷൻ അതാണെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും ഓവറോൾ എല്ലാ കാര്യങ്ങളും എൻഗേജ്ഡ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ എടപ്പള്ളിയിൽ ഓഫീസുണ്ട്, ദെൻ കളമശ്ശേരി ഓഫീസുണ്ട്, ദെൻ നമുക്ക് എൻ്റെ ദുബായിൽ ഓഫീസുണ്ട്, ദെൻ നമുക്ക് 2 ട്രെയിനിങ് സെൻറ്റേഴ്സ് കോട്ടയത്തും കോയമ്പത്തൂരും ഉണ്ട്. അപ്പോൾ ഇത്രയും സെൻറ്റേഴ്സ് നമുക്ക് റണ്ണിങ് ആണ് ആക്ച്വലി, ഐ മീൻ ഓഫീസേഴ്സ്. ശരത്തിൻ്റെ റോൾ എന്താ? ശരത്ത് ടെക്നോളജി സ്റ്റാക്ക് ബിൽഡ് ചെയ്യുക. ലൈക്ക് ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. സോ അതിൻ്റെ ഒപ്പം ഒരു ഇന്ത്യയിൽ നിന്നൊരു കമ്പനി ലൈക്ക്
വലിയൊരു ഫണ്ടിങ് ബാക്ക് ഇല്ലാത്തൊരു കമ്പനി റൺ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്, പ്രത്യേകിച്ച് റോബോട്ടിക്സ് എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ US ലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ റൈസ് ചെയ്യുന്ന നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ കാണുന്ന കോമ്പറ്റീറ്റേഴ്സ് ഇന്ത്യയിൽ വേറെ കമ്പനീസ് ഇല്ലേ? ഇല്ല, ഇന്ത്യയിലെല്ലാം തന്നെ നമ്മുടെ ടെക്നോളജി സ്റ്റാക്കിലേക്ക് നമ്മൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ആരും കാണുന്നില്ല. ഓക്കെ, ബിക്കോസ് ഈ ടെക്നോളജി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കൊളാബറേറ്റ് ചെയ്ത് മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റിൽ നൗ ഹ്യൂമനോയിഡ്സിൽ ഞങ്ങൾക്ക് കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമുള്ള ആഡ്വേർബ് എന്ന് പറയുന്ന റിലയൻസ് ബാക്ക് ചെയ്യുന്നത്. പക്ഷെ അതും ഞങ്ങൾ വളരെ നല്ല റിലേഷൻഷിപ്പാണ് അവരുമായിട്ടുള്ളത്. ബിക്കോസ് ഈ ടെക്നോളജി ബിൽഡ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ലൈക്ക് കൊളാബറേഷൻ കൊണ്ട് മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കാണുന്നത് US കമ്പനീസിനെയാണ്. Figure.ai, Agility Robotics, എലോൺ മസ്കിന്റെ ഒപ്റ്റിമസ്, പിന്നെ ചൈനീസ് കമ്പനീസ് ഉണ്ട്. പക്ഷേ ചൈനീസ് കമ്പനീസ് ലൈക്ക് പോളിസീസ് ട്രെയിൻ ചെയ്യുന്ന റോബോട്ട്സ് ആണ്. പക്ഷേ റിയൽ ടെക് സ്റ്റാക്ക് ബിൽഡ് ചെയ്യുന്ന കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അത് US നിന്ന് തന്നെ ഉള്ളവരാണ്. പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുന്നതിനാണ് പോളിസീസ് മേക്ക് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ റീസെന്റ് ഒരു വീഡിയോ ഉണ്ട് കുങ്ഫു ചെയ്യുന്ന റോബോട്ട്. അപ്പൊ അത്രയും അജിലിറ്റിയും ഫ്ലെക്സിബിലിറ്റി റോബോട്ട്സിന് വന്നു ഹ്യൂമനോയിഡ്സിന്. അപ്പൊ പുതിയ കാലഘട്ടത്തില് എത്രത്തോളം ഡെവലപ്പായി റോബോട്ട്സും ഹ്യൂമനോയിഡ്സും ഒക്കെ എന്തൊക്കെ ചെയ്യും? എന്തും ചെയ്യും. അതായത് പണ്ട് നമ്മൾ ഇന്ദ്രൻ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമാസിൽ കണ്ടുകൊണ്ടിരുന്നത് അന്ന് ആക്ച്വലി അതൊരു ഫിക്ഷൻ ആയിരുന്നു. പക്ഷെ അതാണ് ഇപ്പൊ റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പൊ ഒരു പരിധി വരെ അന്ന് കണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ ആക്ച്വലി ഉള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 2008 ഇറങ്ങിയ സിനിമയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ശങ്കർ ഫ്യൂച്ചറിനെ വ്യക്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ലാസ്റ്റ് ചിട്ടി എന്ന് പറയുന്ന റോബോട്ടിന് സംഭവിക്കുന്ന ന്യൂറൽ ചേഞ്ച്, ലൈക്ക് തിങ്ക് ചെയ്യുന്ന ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ചേഞ്ച് ഒഴിച്ച് ചോദിക്കാൻ വെച്ചിരിക്കുന്നു. ബാക്കി എല്ലാം നമ്മൾ അച്ചീവ് ചെയ്യും. ഇമോഷണലി ഇന്റലിജൻസ് വന്ന് നമുക്കെതിരെ തിരിയോ റോബോട്ട്? അതാ ഞാൻ പറഞ്ഞ അത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു 3rd or 4th സ്റ്റേജാണ് ഫിസിക്കൽ AI എന്ന് പറയുന്നത്. ഫിസിക്കൽ AI ആണ് ഹ്യൂമനോയിഡ് റോബോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസും അച്ചീവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബോട്ട്സ് മനുഷ്യനെതിരെ തിരിയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ റോബോട്ടിൻ്റെ എന്താ പറയുക ഫൗണ്ടർ അല്ലെങ്കിൽ ഉപജ്ഞേതാവ് എന്ന് പറയുന്ന അസിമോവ് റൂൾസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ റൂൾസിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യന് ഹാംഫുൾ ആവുന്ന രീതിയിൽ റോബോട്ട് റിയാക്ട് ആവരുതെന്നുള്ളതാണ്. പക്ഷേ ഈ റൂളുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഡിഫൻസ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഡെഫിനറ്റ്ലി റോബോട്ടുകൾ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉടനെ തന്നെ എത്തും. ലൈക്ക് ഉടനെ എന്ന് പറഞ്ഞാൽ 5-10 വർഷമല്ല ഞാൻ പറയുന്നത്, ഈ വർഷമോ നെക്സ്റ്റ് ഇയറിലോ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെ വരും? നമ്മളല്ലേ ഇതിന്റെ അല്ല, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രെഡിക്റ്റീവ് സിസ്റ്റംസ് ആണ്. പ്രെഡിക്റ്റീവ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോബോട്ട് ടു റോബോട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഒരു റോബോട്ടിന് മറ്റൊരു റോബോട്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് Figure.ai എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ ടെക്നോളജി ബിൽഡ് ചെയ്തത്. ഹീലിക്സ് എന്ന് പറയുന്ന ഒരു വിഷൻ ലാംഗ്വേജ് ആക്ഷൻ മോഡലാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം ബ്രോയ്ക്ക് ഒരു ഗ്ലാസ് എടുത്ത് തരികയാണ്. അപ്പോൾ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് തരുന്നതാണ്, മേടിക്കണമെന്ന് ഓൾറെഡി നമ്മൾ ട്രെയിൻഡ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട്, ഹ്യൂമൻ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ട്രെയിൻഡ് ആണ്. ഇല്ലെങ്കിൽ ബ്രോ ഇന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തരാം. ഇത് 2 കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഇതുപോലെ റോബോട്ടിന് സംസാരിക്കാതെയോ ആക്ഷൻസ് കാണിക്കാതെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ബ്രെയിനും ബ്രോയുടെ ബ്രെയിനും കണക്റ്റഡ് അല്ല, പക്ഷേ റോബോട്ട്സിൻ്റെ എല്ലാം കണക്റ്റഡ് ആണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ പല രീതിയിലും ഇപ്പം ഗൂഗിളിൻ്റെ പല കോഡുകൾ അവർ തന്നെ എഴുതി, അതുപോലെ ആന്ത്രോപ്പിക്കിൻ്റെ പല സ്റ്റോറേജുകളും അവരുടെ AI മോഡലിൽ തന്നെ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ പല ന്യൂസുകൾ വരുന്നുണ്ട്. ഉള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കെതിരെ തിരിയോ? മാൽഫങ്ഷൻസ് നടക്കാം. പക്ഷെ അതിനൊക്കെ അത്രയും റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി പോളിസികൾ ബിൽഡ് ചെയ്ത് സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. എന്താ പറയുക, അത് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സെക്യൂരിറ്റി വലിയൊരു കൺസേൺ ആണ്. പക്ഷെ അതിന് ആ രീതിയിൽ ഇപ്പം ബ്രോ പറഞ്ഞ ഡാൻസ് കളിക്കുന്ന റോബോട്ട്, ഡാൻസ് കളിക്കുന്നതല്ല, തോക്കെടുത്തുകൊണ്ടിട്ട് അതിർത്തിയിൽ റോബോട്ട്സ് ആയി തുടങ്ങി. ഓക്കെ, സോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കളമശ്ശേരിയിലെ റോബോട്ടുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പുറത്തേക്ക് നടന്നു വരുമോ? കളമശ്ശേരി ഫാക്ടറിയിൽ ചെന്നാൽ എന്താ ഇപ്പം നമുക്ക് കാണാൻ പറ്റുക? അവിടെ നമ്മുടെ ഡീപ്പ് ഈ പറയുന്ന പോലെ നമുക്കൊരു ഡീപ് ടെക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട്, ഐ മീൻ നമ്മളൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് അതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഡീപ് ടെക് സെന്റർ ഉണ്ട്. അതൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഫാബ്രിക്കേഷൻ, എംബഡഡ് സോഫ്റ്റ്വെയർ, AI, അത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് പല ഏരിയയിൽ പല വർക്ക്സ് നടക്കുന്നുണ്ട്. ഈ പറയുന്ന കുറെ റോബോട്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതെ, 5 കൊല്ലം കൊണ്ട് നമ്മളിപ്പോ മൊബൈലായിട്ട് നടക്കുന്ന പോലെ, കാറായിട്ട് നടക്കുന്ന പോലെ റോബോട്ട്സ് ആയിട്ട് നമ്മൾ നടക്കുമോ? ഹ്യൂമനായിട്ട് റോബോട്ട്സിന്റെ കൂടെ നമ്മൾ ജീവിച്ചു തുടങ്ങുമോ? നമ്മൾ 5 വർഷമില്ല, വിത്തിൻ 2 years ആണോ? US പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആണല്ലേ? നമ്മുടെ കമ്പനിയിലേക്ക് നമുക്ക് ഹോം റോബോട്ടിൽ പല കാറ്റഗറി ഉണ്ട്. ഇൻഡസ്ട്രിയൽ റോബോട്ട്, സർവീസ് റോബോട്ട്, അതിൻ്റെ ഒരു കാറ്റഗറിയാണ് ഹോം റോബോട്ട്സ് എന്ന് പറയുന്നത്.
ഹോം റോബോട്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആപ്പിൾ. ഓ ഓക്കെ, നമ്മൾ ആപ്പിൾ ഐഫോണ്, ആപ്പിളിന്റെ മാക് എന്ന് പറയുന്ന പോലെ ആപ്പിൾ റോബോട്ട്സ് ഹോമിൽ വരും. ഓക്കെ, ഫുഡ് കുക്ക് ചെയ്ത് തരാനായിട്ട്, ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പർച്ചേസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊളിക്കൂലേ? അപ്പോൾ ഇപ്പൊ നിലവിൽ നിങ്ങൾ എന്തിനൊക്കെ കയറ്റി അയച്ചു തുടങ്ങി? ഇപ്പൊ ടീച്ചേഴ്സിന് ടീച്ച് ചെയ്യുന്ന റോബോട്ട് എന്ന് പറഞ്ഞു, അതുപോലെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന റോബോട്ട്. നമ്മളൊക്കെ പണി പോവോ? പണി പോവാന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന പോലെ പണി പോവുക എന്നുള്ളതിനേക്കാൾ നമ്മൾ മനുഷ്യന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ ടാസ്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 24 hours വർക്ക് ചെയ്യുന്ന ഫാക്ടറീസ് ഉണ്ടാവും, അങ്ങനെയുള്ള ഏരിയാസ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലായിരിക്കും പ്രൈമറി ഈ പറയുന്ന പോലെ നമ്മളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും റോബോട്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ആസ് എ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മളിപ്പോൾ കറൻ്റ്ലി അതല്ലാണ്ട് നമ്മൾ കയറ്റി വിട്ടേക്കുന്ന ഈ പറയുന്ന പോലെ UAE ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ റോബോട്ട്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നത്? സോ അവർ ബേസിക്കലി UAE ഗവൺമെന്റ് ഓഫീസസിൽ ഫുള്ളി ഹ്യൂമൻലെസ് ഓഫീസാണ്. അവർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ആക്ച്വലി. സോ വരാൻ പോകുന്നേ ഉള്ളൂ? അല്ല, ഇപ്പൊ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ UAE ഒരു ഓഫീസിൽ ചെന്ന റോബോട്ട് ആയിരിക്കും. എല്ലാ ഓഫീസും അല്ല, അവർ ഇപ്പൊ ട്രയൽ എന്നുള്ള രീതിയിൽ പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. സോ അവിടെ ഒരു ഹ്യൂമൻലെസ് ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ വേറെ മനുഷ്യന്മാരും ആക്ച്വലി എംപ്ലോയീസ് ആയിട്ടില്ല, ഫുള്ളി റോബോട്ട്സ് ആണ് ആക്ച്വലി ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്നോളജിയാണ്. സോ നമ്മുടെ താര എന്ന് പറയുന്ന റോബോട്ടാണ് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അത് ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ എത്ര താരകളുണ്ടാവും അവിടെ? താരയുണ്ട്, വേറെ കോഫി എടുത്ത് കൊടുക്കുന്നതും അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് റോബോട്ട്സ് ഉണ്ട് ആക്ച്വലി. സോ താര അവിടെ ബേസിക്കലി ചെയ്യുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗ്രീറ്റ് ചെയ്യും. ദെൻ നമ്മുടെ ആധാർ പോലെ അവർക്ക് എമിറേറ്റ്സ് ID ഉണ്ട്. സോ എമിറേറ്റ്സ് IDയുടെ ഡാറ്റ ആയിട്ട് നമ്മുടെ അവിടെ ലിങ്ക്ഡ് ആണ് റോബോട്ട്. സോ അതുകൊണ്ട് തന്നെ ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ താര ഗ്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തിട്ട് സ്ക്രീനിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട് ആക്ച്വലി താരയ്ക്ക്. സോ ആ ഡിസ്പ്ലേയിൽ അത് ഡിസ്പ്ലേ ചെയ്യും എന്തൊക്കെ ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ അവിടുന്ന് താര ഓട്ടോണോമസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ സെക്ഷനിലേക്ക് അങ്ങോട്ട് ഗൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് അവിടെ ചെയ്തേക്കുന്ന റോബോട്ട്. ഓക്കെ, റോബോട്ട്സ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മനുഷ്യന്മാരെക്കാട്ടിലും എഫിഷ്യൻസി ഉണ്ടാവും? ഇപ്പോൾ എനിക്കൊന്ന് അഖിൽ പറഞ്ഞത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആണല്ലോ. റോബോട്ട്സ് പണി കളയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ റിയാലിറ്റി അത് എന്താ പറയുക, ഈ വർഷം മാത്രം ആമസോൺ എന്ന് പറയുന്ന കമ്പനിയിൽ അവരുടെ 6 lakh എംപ്ലോയീസിനാണ് പിരിച്ചുവിടാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് 2 years. ഓക്കെ, അവർ അജിലിറ്റി എന്ന് പറയുന്ന റോബോട്ടിക്സ് കമ്പനി അക്യൂർ ചെയ്തിരുന്നു. ബിക്കോസ് ഈ സ്കിൽ ലേബേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മളെല്ലാവരും വൈറ്റ് കോളർ ജോബിന് പറയാൻ പോകുന്ന വ്യക്തികളല്ലേ, പക്ഷേ ഇനി അങ്ങോട്ട് സ്കിൽഡ് ലേബേഴ്സിനെ മാത്രമാണ് ആവശ്യമുള്ളത്. ഓക്കെ, കാരണം വൈറ്റ് കോളർ IT ഇൻഡസ്ട്രി മുഴുവനായിട്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. തകര മീൻസ് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യപ്പെടുകയാണ് AI വെച്ചിട്ട്. അപ്പോൾ വലിയ രീതിയിൽ ജോബുകൾ നമ്മുടെ ട്രഡീഷണൽ ജോബുകൾ മാറിയിട്ട് ന്യൂ മാർക്കറ്റ് ഓപ്പൺ ആവും. ഓക്കെ, പിന്നെ റോബോട്ട്സിൻ്റെ വർക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. മീൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അതിനെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്ന 10 hours or 12 hours. ഇപ്പോൾ ആസ് എ കമ്പനി ഫൗണ്ടേഴ്സ് മേ ബി 50 hours വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ റോബോട്ട്സിന് 20 hours 24 hours 24/7 നമ്മൾ വർക്ക് ചെയ്യുന്ന ചില പ്രോജക്ട്സ് 24/7 ഓപ്പറേറ്റ് ചെയ്യേണ്ട രീതിയിൽ വരും. അപ്പോൾ ചിലപ്പം റോബോട്ട് തന്നെ പോയി ബാറ്ററി ഊരിയിട്ട് അടുത്ത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് പോകും. അപ്പോൾ എഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും. 30% to 40% ഭയങ്കര എഫിഷ്യൻസി കൂടുതലായിരിക്കും. കളമശ്ശേരിയിൽ ഇത്രയും വലിയ ഡീപ് ടെക് കമ്പനി ഉണ്ട്, ഇത്രയും വലിയ റോബോട്ട്സിന് ഉണ്ടാക്കുന്ന ഹ്യൂമനോയിഡ്സിന് ഉണ്ടാക്കുന്ന പുലികളുണ്ട് എന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ AI സമ്മിറ്റിൽ പോയി കഴിഞ്ഞപ്പോഴാണ്. AI സമ്മിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ എന്തൊക്കെ നടന്നു? അടിപൊളിയായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ അതിനും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ആക്ച്വലി. അതിലും നമ്മൾ കുറച്ച് ഒരു ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എന്തൊക്കെയാ നടന്നത്? ഇമ്പാക്ട് സബ്മിറ്റ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക് പ്രോഗ്രാം ആയിരുന്നു. എനിക്കൊന്ന് 200 billion ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിൽ വന്നിരുന്നത്. ടോപ്പ് എന്താ പറയുക 1% ബുദ്ധിജീവികളെല്ലാം ഉണ്ടായിരുന്നു. സാം ആൾട്ട്മാന്, സുന്ദർ പീച്ചെ, എന്താ പറയുക ആന്ത്രോപ്പിക്കിൻ്റെ CEO, ഡീപ് മൈൻഡിൻ്റെ CEO. സോ ഈ ഒരു ഇവൻറ്റിലേക്ക് നമുക്ക് അഖിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഗെയിം ചേഞ്ചർ ആയിരുന്നു. ബിക്കോസ് ഗവൺമെൻറ്റിൻ്റെ അവിടെ ചൈനീസ് റോബോട്ട് ഇഷ്യൂ വന്നതോടുകൂടിയിട്ട് നമുക്ക് വലിയ രീതിയിൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇപ്പം ഈവൻ
എന്താ പറയുക മിനിസ്ട്രി, ഞങ്ങൾ ബ്രിക്സ് കൺട്രീസിലേക്കുള്ള എക്സ്പാൻഷൻ പ്ലാനുകൾ, ഇതെല്ലാം തന്നെ ഗവൺമെൻറ് സപ്പോർട്ട് വഴി നമുക്ക് കിട്ടുകയുണ്ടായി. സോ ഏറ്റവും നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 5 lakh അടുത്ത് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഇവൻ്റാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഇവൻ്റാണ്. അവിടെ എന്താ നമ്മുടെ റോബോട്ടിനെ കാണിക്കും? നമ്മുടെ റോബോട്ട് നമ്മൾ അവിടെ വെച്ചാണ് നമ്മുടെ ദക്ഷ ജനറേഷൻ 2 ഒഫീഷ്യൽ ലോഞ്ച് എന്നുള്ള രീതിയിൽ ലോഞ്ച് ചെയ്തത്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നോ അതോ? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. സുന്ദർ പിച്ചായി നമ്മുടെ റോബോട്ടിനെ കണ്ടോ? സുന്ദർ പീച്ച് ഇതെല്ലാം വേറെ ഹാളിലായിരുന്നു. നമ്മുടെ ഒരു ഹാൾ നമ്പർ 6 ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള ഇവന്റ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് വേറെ ലൈക്ക് അപ്പുറത്തെ ഹാളിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ സുന്ദർ പീച്ചയും പ്രൈം മിനിസ്റ്റർ ഒക്കെ നമ്മുടെ റോബോട്ടിന്റെ അടുത്ത് വന്ന് നിൽക്കും. ഈ പ്രാവശ്യം നമുക്ക് അശ്വിനി വൈഷ്ണവിനൊക്കെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷന്റെ ഭാഗമാണത്. അതെ, ഡെഫിനറ്റ്ലലി ഞങ്ങൾക്ക് ഇന്ത്യൻ എയിം മിഷൻ ഞങ്ങളുടെ വളരെ സ്ട്രോങ് വിഷന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾക്ക് അശ്വിനി വൈഷ്ണവ് ഇതിൻ്റെയൊക്കെ ടോപ്പ് മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഗവൺമെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഇതാകാനായിട്ട് പറ്റി. ഒരുപാട് കണക്ഷൻസ് നമുക്ക് അതുവഴി കിട്ടി. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും ഇപ്പം ഫ്രാൻസിലേക്കുള്ള എക്സ്പാൻഷന് ഡെലിഗേഷൻ നമുക്ക് ഇൻവിറ്റേഷൻ വന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. ഐ ഹബ് എന്നുള്ള പേര് എങ്ങനെയുണ്ട്? സോ അതിന് 2 റീസൺസ് ഉണ്ട് ആക്ച്വലി. ഒന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ടീമാണ് ഐ ഹബ് എന്ന് പറയുന്നത്. അതിന് അപ്പാർട്ട് ഫ്രം ഒരു കമ്പനിയാണ്. അതെ, അതല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്നോവേഷൻ ഹബ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നോവേഷൻ ഹബ് ഫോർ റോബോട്ടിക്സ്, ഇന്നോവേഷൻ ഹബ് ഫോർ റോബോട്ടിക്സ്, ദാറ്റ് ഈസ് ഐ ഹബ് റോബോട്ടിക്സ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റോറിയിലേക്ക് പോകാം. ഐ ഹബിന്റെ A to Z കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്ത് എന്നാ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം തീരുമാനിച്ചത്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത ടൈം പീരീഡിൽ ലൈക്ക് നമുക്ക് വലിയ വലിയ പ്രോബ്ലംസ് ലൈക്ക് എക്കോസിസ്റ്റം ഇല്ല, ഫണ്ടിങ് ഇല്ല, ഈ ടെക്നോളജി ഒന്നും വളരുന്നില്ല. ഏത് വർഷം? അത് 2018. ഓക്കെ, സമയത്ത് ഉണ്ടായിരുന്ന കമ്പനിയെ കുറിച്ചാണ്. അതായത് ഞങ്ങളുടെ ഐ ഹബിന്റെ പേജിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ ഞങ്ങളുടെ ആദ്യത്തെ ഓഫീസിന്റെയാണ്. അതായത് കോളേജ് സ്റ്റാർട്ട് ചെയ്ത്, കാരണം അതായിരുന്നു നമ്മുടെ തുടക്കം. സോ ആ സമയത്ത് ഞങ്ങൾ പല പ്രൊജക്ടുകൾ ചെയ്തു. നമുക്ക് ചെറിയ ചെറിയ ഇൻകം മാത്രമേ വരുന്നുള്ളൂ, എക്കോസിസ്റ്റം ഫണ്ടിങ് ഒന്നുമില്ല. ഞങ്ങളുടെ വീട് തന്നെ ഓഫീസാക്കി മാറ്റി. അങ്ങനെയായിരുന്നു തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ പല പ്രൊജക്ട്സുകളും അപ്ലൈ ചെയ്തിരുന്നു. ലൈക്ക് PMO, BSF നമ്മൾ ഡിഫൻസ് പ്രൊജക്ട്സ് ഒക്കെ കൊടുത്തിരുന്നു റോബോട്ട് ഉണ്ടാക്കാനായിട്ട്. ടെക്നോളജി മാസ്റ്റർ ചെയ്തു. ടെക്നോളജി ഫുൾ അല്ല, ലൈക്ക് ഇപ്പോഴാണ് ആ ഒരു എക്സ്ട്രീം ബൂം, ഈ ഒരു ഓപ്പൺ AI ജനറൽ പർപ്പസ് ഇന്റലിജൻസ് വന്നപ്പോഴാണ് ഒരു എക്സ്ട്രീം ബൂം വന്നത്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു കോർ ബേസ് വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ 2019 നമുക്ക് അങ്ങനെ വേറെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നില്ല. അപ്പം ഞങ്ങളുടെ സീനിയർ കോ-ഫൗണ്ടറിൻ്റെ ലൈക്ക് പുള്ളി 4th year ആയി. പുള്ളി അപ്പം പോയി ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ പോയി. അതിനുശേഷം 2020 കോവിഡ് ടൈം പീരീഡിൽ ഞങ്ങൾക്ക് BSF-ൽ നിന്ന് മെയിൽ വരികയാണ്. ഓക്കെ, ദിസ് ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്, വി ആർ റെഡി ടു സീ ദ ഡെമോ എന്ന് പറഞ്ഞിട്ട്. എന്താ കൊടുത്തിരുന്നത്? അത് ഞങ്ങളൊരു ഡിഫൻസിന്റെ ടെക്നോളജി ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ആ സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ ഞങ്ങളിൽ ഒന്നുമില്ല. കാരണം കോവിഡ് ടൈമാണ്, ഞങ്ങൾ അവിടെയാണ് എല്ലാം എഡ്യൂക്കേഷനിലേക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ആ സമയം കോവിഡ് ടൈം 2020 എൻഡൊക്കെ ആയപ്പോഴേക്കും, ശരത്ത് 21 ആ ടൈം പീരീഡിലായപ്പോഴേക്കും M.Tech റോബോട്ടിക്സ് അമൃത വിശ്വവിദ്യാലയത്തിൽ കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്താ പറയുക, നമുക്ക് ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമുക്ക് വീണ്ടും ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഞാൻ എല്ലാം പഠിച്ചു, എന്താ പറയുക നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നൊന്നും അല്ല, ഈ രീതി പോകണം, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് 2022 അഖിലിനെ വിളിച്ചു, ഞാൻ വന്നു, ശരത്ത് വന്നു, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ ഡെമോ ഉണ്ടാക്കി വെച്ചോ അതോ ഇൻവെസ്റ്റ്മെന്റ് ആണോ കിട്ടിയത്? അല്ല, നമുക്ക് ഓൾറെഡി ഡെമോ ഉണ്ടായിരുന്നു. കാരണം ആ കമ്പനിയുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ബിസിനസ് മോഡൽസും എല്ലാം നമുക്ക് അവൈലബിൾ ആയിരുന്നു. സോ നമ്മൾ ആദ്യം ഒരു ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്ന എന്തായിരുന്നു? നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഒഫീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പ്രീസീഡ് ഫണ്ട് വന്നത് 2024 എൻഡാണ്. US-ൽ നിന്നാണ്. US-ൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സാണ് വന്നത്. അതും നമ്മൾ അപ്രോച്ച് ചെയ്തതല്ല, ഇങ്ങോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു. നമ്മുടെ പ്രൊഫൈല്, നമ്മുടെ ബിസിനസ് മോഡൽ, നമ്മുടെ വിഷനൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ അയക്കണ്ടേ? അല്ല, അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. ഇൻട്രസ്റ്റിംഗ്, വി ആർ ഇൻട്രസ്റ്റഡ് ടു അറേഞ്ച് എ സൂം കോൾ. അപ്പോൾ അവരെങ്ങനെ അറിഞ്ഞു? ലൈക്ക് ലിങ്ക്ഡ് ഇൻ, സോഷ്യൽ മീഡിയ, ആ രീതിയിൽ തന്നെയാണ് അവരറിഞ്ഞത്. എന്നിട്ട് നമ്മളെ കണക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 14 ദിവസം കൊണ്ടിട്ട് ഫണ്ട് റൈസ് ചെയ്തു. 14 ദിവസം എന്ന് പറഞ്ഞാൽ US-ൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഞങ്ങൾ 2 മീറ്റിംഗ് ഉള്ളായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സംഭവം, ഈ രീതിയിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ $500,000 ഓൾമോസ്റ്റ് ഒരു 4.5 crore ഫണ്ട് റൈസ് ചെയ്തു. അതാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു റോബോട്ട് ഉണ്ടാക്കാൻ എത്ര ഇൻവെസ്റ്റ്മെന്റ് ആക്കി? റോബോട്ട് ഉണ്ടാക്കാൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ആക്ച്വലി. നമ്മൾ എന്ത് സൊല്യൂഷനാണ് റോബോട്ട് വെച്ച് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ പറയുന്ന പോലെ താര എടുത്തു കഴിഞ്ഞാലും ദക്ഷ എടുത്തു കഴിഞ്ഞാലും പല പല യൂസ് കേസ് ഉണ്ട്. നമുക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു റോബോട്ടിന്റെ വാല്യൂ പറയുകയാണെങ്കിൽ എത്രയായിരിക്കും? ദക്ഷയുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 20 lakh തൊട്ടിട്ട് 45 lakh വരെ ഉണ്ട്. അത് ആ റേഞ്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പേലോഡ് ഒരു ഫാക്ടറാണ്. ഈ പറയുന്ന പോലെ ചിലത് കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 5 kg എടുത്ത് വെച്ചാൽ
ചെയ്താൽ മതിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 kg ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഹാർഡ്വെയർ എല്ലാം മാറും. കഴിവിനനുസരിച്ച് വില കൂടും. കഴിവിനനുസരിച്ചും വില കൂടും. ഇതെല്ലാം വളരെ കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ ഞങ്ങള് നമ്മുടെ ഇതിന്റെ ബ്രെയിന് തന്നെ ഒരു 4-5 lakh റേറ്റ് വരും. ബ്രെയിൻ എന്താ ശരിക്കും? ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ എൻവിഡിയയുടെ ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് പ്രോഗ്രാമിന്റെ പാർട്ണറാണ്. സെലക്ട് ആയ കമ്പനി നമ്മളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ. അപ്പോൾ എൻവിഡിയ ആണ് മോസ്റ്റ് അഡ്വാൻസ് ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചിപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തോർ എന്ന് പറയുന്നൊരു ചിപ്പുണ്ട്, അതാണ് ഇപ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഉള്ള ഹ്യൂമനോയിഡ് റോബോട്ടിനുള്ളത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4.5 lakh ഒരു ബോർഡിന് വരും. ഓക്കെ, ആ ബോർഡിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സെക്കൻഡിൽ ഓൾമോസ്റ്റ് 2000 TOPS റൺ ചെയ്യാൻ പറ്റും. മീൻസ് 2000 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അത്രയും പ്രോസസ് ചെയ്യാൻ എക്സിക്യൂഷൻ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ആ ബോർഡിന്റെ മാത്രം കോസ്റ്റ് ആണ്. അതിനുശേഷം പിന്നെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറഞ്ഞാൽ 27-30 ആക്ച്വേറ്റേഴ്സ് മോട്ടേഴ്സ് വരും. പിന്നെ അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് വരും. നമ്മുടെ കണ്ണുപോലെ പല അഡ്വാൻസ് കണ്ണുകളും ക്യാമറാസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസ് കേസ് കോസ്റ്റ് വേരി ചെയ്യും. ലൈക്ക് ഇപ്പോൾ ചില കസ്റ്റമേഴ്സിന് ചിലപ്പം 20 hours വർക്ക് ചെയ്യണം. ചില വളരെ പ്രിസിഷൻ അസംബ്ലിങ്, ഞങ്ങളിപ്പം സെമി കണ്ടക്ടർ കമ്പനീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിസിഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് കോസ്റ്റ് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ US ഒരു റോബോട്ടിൻ്റെ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ 1 crore 1.5 crore ഒക്കെയാണ് ഒരു റോബോട്ടിൻ്റെ. പക്ഷേ അത് കുറയും. ഇപ്പം ഒപ്റ്റിമസ് എലോൺ മസ്ക് ഒക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഒരു 20 ലക്ഷം 25 ലക്ഷം ഒരു 15 ലക്ഷം റേഞ്ചാണ്. അപ്പോൾ ആ റേഞ്ചിലാണ് ഇനി സമയം പോകുന്തോറും ഇതിന്റെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. EV പോലെ. അതെ അതെ അതെ. താരയുടെ പഠിപ്പിക്കൽ എങ്ങനെയുണ്ട്? എല്ലാം പഠിപ്പിക്കുമോ? ഈ പറയുന്ന പോലെ 100+ ലാംഗ്വേജസ് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഏത് ലാംഗ്വേജിലും അതിന് ടീച്ച് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ദെൻ കുട്ടികൾക്ക് ധൈര്യമായിട്ട് എത്ര തവണ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാകും. സോ അത് തന്നെ അതിന്റെ ഒരു യുണീക്നെസ് ആക്ച്വലി. ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മനുഷ്യന്മാര് പറഞ്ഞു കൊടുക്കുന്ന പോലെ. അതെ, എത്ര തവണ വേണമെങ്കിൽ അതിന് പറഞ്ഞു കൊടുക്കാനുള്ള. എഴുതി വെച്ചിരിക്കുന്ന അതിനെ അറിയാവുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അല്ല, അതായത് അതാ പറഞ്ഞത് മനുഷ്യന്മാർ പറയുന്നത് പോലെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതും 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ മൂണിനെ കുറിച്ച്, ഇപ്പോൾ ചന്ദ്രനെ കുറിച്ച് 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കുന്നതും 10ലെ കുട്ടി പഠിക്കുന്നതും പ്ലസ് 2 എൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പം ഓരോ സ്റ്റാൻഡേർഡിനനുസരിച്ചും സ്റ്റോറി ടെല്ലിങ് റോബോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നമുക്കൊരു ഇന്റലിജൻസ് സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ പേര് വിവേക ഡിസിഷൻ കോർ AI സിസ്റ്റം എന്നാണ്. ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് എടുക്കേണ്ട പേരൻറ്റ് ലൈക്ക് ടീച്ചർ ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ ഫിസിക്സ് ടോപ്പിക് ആണെങ്കിൽ സ്റ്റാഫ് റൂമിൽ നിന്ന് റോബോട്ട് ഓട്ടോണമസ് ആയിട്ട് ഇറങ്ങി ക്ലാസ്സിൽ ചെന്ന് അവരെ വിഷ് ചെയ്ത് എപ്പോഴേക്കും പ്രോസസ്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരിക്കും ഇന്ന് എടുക്കേണ്ട ക്ലാസ്. പിന്നെ റോബോട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു, നമ്മൾ മനുഷ്യനെടുക്കുമല്ലോ. അതേ സമയത്ത് ഈ എടുക്കുന്ന സബ്ജക്റ്റിന്റെ ടോപ്പിക്കുകൾ ഇന്ററാക്റ്റീവ് പാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ചന്ദ്രനിൽ നമ്മൾ 2008 ഫസ്റ്റ് ചന്ദ്രയാൻ വിക്ഷേപിച്ചു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയാൻ്റെ അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം അവിടെ വന്നുകൊണ്ടിരിക്കും. അതേസമയം ഇതെല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും Q&A സ്റ്റാർട്ട് ചെയ്യും. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും. ഏതെങ്കിലും സ്കൂളിലുണ്ടോ താര പഠിപ്പിക്കുന്നുണ്ടോ? എവിടെയല്ലോ താര നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതായത് ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾമോസ്റ്റ് 14 രാജ്യങ്ങളിൽ നിന്നും റിസർച്ച് പ്രൊഫസേഴ്സ് ഒക്കെ വരും. അവർക്ക് ക്ലാസ് എടുക്കുന്നത് താരയാണ്. ആണല്ലേ? അതെ അതെ. പിന്നെ UAE-യിലുണ്ട്, അതുപോലെ തന്നെ സൗദിയിൽ കൊടുത്തിട്ടുണ്ട്. സ്കൂളുകളിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉണ്ട്. താരന് നമ്മൾ സെൽ ഓഫ് ചെയ്യുകയാണോ അതോ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ കൊടുക്കുകയാണോ? നമ്മൾ രണ്ട് മോഡലും ഉണ്ട് ആക്ച്വലി. കറന്റ് നമുക്ക് മോസ്റ്റ്ലി ഇൻ ഡിമാൻഡ് ഉള്ളത് ഈ പറയുന്ന പോലെ സെൽ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ മോഡൽ ഈ പറയുന്ന വളരെ എന്തെങ്കിലും ഇവന്റ്സിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പക്ഷെ ഇനി ഓപ്പൺ ആവാൻ പോകുന്ന ഒരു വലിയ ഫീൽഡാണ് റോബോട്ട് ആസ് എ സർവീസ്. സാസ് ആണ് ഏറ്റവും വലിയൊരു സാസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. നമ്മുടെ ഈ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി റോബോട്ട് ആസ് എ സർവീസ്. അതായത് നമ്മൾ എംപ്ലോയീസിനെ ഒരു ഫാക്ടറിയിലേക്ക് കൊടുക്കുന്ന പോലെ റോബോട്ട്സിനെ 2 മാസത്തേക്ക് ഇന്ന വർക്ക് ചെയ്യാൻ കൊടുക്കും. ആ രീതി. എത്ര വലുതായി ഹബ് ആസ് എ കമ്പനി? സോ വി ആർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ 3-4 പേര് വെച്ചിട്ടാണ് നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെന്റിലല്ലേ തുടങ്ങിയത്? അതെ, ബൂട്ട് സ്ട്രാപ്പഡ് ആയിട്ടാണ്. ഓക്കെ, ഇപ്പൊ എത്ര വലിയ കമ്പനി? നമ്മൾ 65+ മെമ്പേഴ്സ് കറന്റ്ലി ഉണ്ട്. നമ്മൾ ഇപ്പം ഇന്ത്യയിലെ ഒരു ടോപ്പ് 2 ഇതിലുള്ളതാണ്. ബിക്കോസ് ഞങ്ങളുടെ ഫണ്ട് റൈസിങ് നടക്കുകയാണ്, അതുകൊണ്ടാണ് വാല്യൂഷൻ ആകാത്തത്. പക്ഷെ ഞങ്ങൾ ഒരു സെക്കൻഡ് 2
മോസ്റ്റ് അഡ്വാൻസ് റോബോട്ടിക്സ് വാല്യൂഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഞങ്ങൾക്ക് 3 കൺട്രീസിൽ ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്, 7 കൺട്രീസിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഫ്രാൻസ്, ഞങ്ങൾക്ക് US നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ 65 മെമ്പേഴ്സ് ടീം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും 100 എംപ്ലോയീസ് ടീം ആക്കുക. നമുക്ക് നെക്സ്റ്റ് 2028 കൂടിയിട്ട് ഏകദേശം 200 റിസർച്ചേഴ്സ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. സ്കോപ്പ് ഉണ്ട് ആസ് എ ഇൻഡസ്ട്രി. ഉറപ്പായിട്ടും റാസ് വന്നു കഴിഞ്ഞാൽ റോബോട്ട്സിന് ഒരുപാട് സ്കോപ്പ് ഉണ്ടാവും. റോബോട്ട്സിന് കമ്പനി തുടങ്ങാൻ സ്കോപ്പ് ഉണ്ടോ? ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതാ പറഞ്ഞത്, നമുക്ക് സൊസൈറ്റിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രോബ്ലംസ് ആണ്. ഈ പറയുന്ന പോലെ പല ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട്. അപ്പോൾ അതിന് റോബോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്തേക്കുന്ന മേ ബി അത് വളരെ മൈന്യൂട്ട് ഒരു പെർസെൻറ്റേജ് മാത്രമാണ്. അതല്ലാണ്ട് തന്നെ ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ പല പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. സ്പേസ് റോബോട്ടിക്സ് ഉണ്ട്, ഡിഫൻസിന് മാത്രമുണ്ട്, അല്ലെങ്കിൽ സർവീസ് സെഗ്മെന്റ് മാത്രമുണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആണ് ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ. എന്താ അവരോട് പറയാനുള്ള? കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെ മെക്കട്രോണിക്സ് ആണോ പഠിക്കേണ്ടത്? അല്ല, റോബോട്ടിക്സ്, മെക്കട്രോണിക്സ് ലൈക്ക് ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ലൈക്ക് റോബോട്ടിക്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മാസീവ് മീൻസ് നമ്മുടെ രാജ്യത്ത് പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ലോക മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് റോബോട്ടിക്സ്. $24 ട്രില്യൺ ആണ് റോബോട്ടിക്സ് മാർക്കറ്റ് നെക്സ്റ്റ് 20 ഇയേഴ്സിൽ റീച്ച് ആകാൻ പോകുന്നത്. ഞാൻ പറയുന്നതല്ല, എലോൺ മസ്ക് പറയുന്നതാണ്. എലോൺ മസ്കിന്റെ സാലറി ഇപ്പോൾ $1 ട്രില്യൺ ആക്കിയിട്ട് $1 ട്രില്യൺ നമുക്കറിയില്ല. $1 ട്രില്യൺ സാലറി ആക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒപ്റ്റിമസ് റോബോട്ട്സും, അവർ ഒപ്റ്റിമസ് എന്ന് പറയുന്ന കാറ്റഗറി റോബോട്ട്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ റോബോട്ട് ടാക്സി കോൺസെപ്റ്റും വരുന്നുണ്ട്. സോ ഇത് ലോകത്തെ കീഴടക്കാനായിട്ട് പോകുന്ന സാധനമാണ്. ലോകത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തല്ല, ഔട്ട്സൈഡ് സ്പേസും റോബോട്ട്സ് ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്യുന്ന റോബോട്ട്സ് ആണ്. പിന്നെ റോബോട്ടിക് സ്റ്റാർട്ടപ്പിൽ വരുന്നവരോട് പറയുകയാണെങ്കിൽ റോബോട്ടിക് സ്റ്റാർട്ടപ്പിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു മോട്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ബോർഡ് ഡിസൈൻ ചെയ്യുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇതെല്ലാം തന്നെ ചൈന, തായ്വാൻ, ജപ്പാൻ ഇവരൊക്കെ ഡിപ്പെൻഡഡ് ആണ് ഇന്നും ഇന്ത്യ. അപ്പോൾ അതിനകത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനോട് കൂടിയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം നമ്മുടെ ക്ലീനിങ് വലിയൊരു പ്രശ്നമാണ്. മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോഴും ആൾക്കാരാണ് ഈ ചീഞ്ഞ് കിടക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ നമുക്ക് റോബോട്ട്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കേരളത്തിൽ ആദ്യം ഫേമസ് ആയ റോബോട്ട് എനിക്ക് നമ്മൾ സിങ്കോള്, അതെ, ജെൻ റോബോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. ജെൻ റോബോട്ടിക്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത്? എനിക്കൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇൻ റോബോട്ടിക്സ്. സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ മോർ ദാൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിനേക്കാൾ ഞാൻ പറയുന്നത് നമുക്ക് അതിനൊരു പാഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഈ ഒരു ഫീൽഡിൽ ഇല്ലാത്തവർ പോലും, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിന്നില്ല ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു പാഷൻ വേണം, പിന്നെ നമുക്കൊരു വിഷൻ വേണം, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം. ദെൻ അതിനോടൊപ്പം ഈ പറയുന്ന പോലെ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതലൊരു സ്കില്ല് വേണം നമുക്ക്, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിനോടൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒരു ബേസിക് കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ലൈക്ക് നിങ്ങളൊരു 8 to 5 ജോബ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങരുത്. സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞാൽ 16 ഞങ്ങൾ ഇന്നിപ്പോൾ അവേഴ്സ് ഓഫ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളിപ്പോൾ ഇന്ന് 2 o'clock ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് വന്നത്, രാത്രി വെളുപ്പിന്. അതെ. അപ്പോൾ പിന്നെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന പോലെ കറൻ്റ് നമുക്ക് 65+ മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നിനും ഓരോ ആൾക്കാരുണ്ട്. പക്ഷേ ഇനീഷ്യലി ഈ പറയുന്ന പോലെ നമ്മൾ ഏർലി ഡേയ്സിലൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം, പോസ്റ്റ് നമ്മൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചിങ്, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ് ഇതുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് നമ്മൾ ചെയ്യണം, സെയിൽസ്, മാർക്കറ്റിംഗ് ഇത് ലീഡ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത് നമുക്കൊരു എക്സ്പെർട്ടൈസ് ആകുമ്പോൾ മാത്രമേ നമുക്കത് ഫർദർ സ്കെയിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് അത് കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടാവും. അതല്ലാണ്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയാണ്ട് പിന്നെ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം ഡിഫൻസിന് ഫസ്റ്റ് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഓരോ മാനുഫാക്ചേഴ്സ് നമ്മുടെ റോബോട്ടിനെ തേടി ഇങ്ങോട്ട് വന്നു. എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തി? എല്ലായിടത്തേക്കും എങ്ങനെ എത്തിയ സ്ട്രാറ്റജി എന്തായിരുന്നു? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടില്ല. സ്റ്റിൽ നൗ ഞങ്ങളുടെ ജനറേഷൻ എല്ലാം ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾക്ക് ഈവൻ ഒരു 7 or 8 months മുന്നേ ഫ്രാൻസിൽ നിന്നും ടോപ്പ് ആയിട്ടുള്ള ലീഡിങ് ഒരു എനിക്കൊന്ന് Fortune 500 കമ്പനി ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ നമ്മളൊക്കെ വളരെ എന്താ പറയുക വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കാറ് കമ്പനികൾ, കോൺഫിഡൻഷ്യൽ ഇതായതുകൊണ്ട് ഞാൻ പറയാത്തത്, അങ്ങനെയുള്ള കമ്പനികളെല്ലാം നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. ഇവരെല്ലാം നമ്മളെ അപ്രോച്ച് ചെയ്തു വന്നു. അപ്പോൾ റോബോട്ടിക്സിന് അത്രയും സ്കോപ്പ് ഉണ്ട്. നമ്മൾ കമ്പനി തുടങ്ങി ഇട്ടാൽ മതി, അന്വേഷണം ഇങ്ങോട്ട് വരും. അന്വേഷണം മീൻസ് നമ്മുടെ കയ്യിൽ സാധനം വേണം. അതെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് സെയിൽസിനൊക്കെ എപ്പോഴാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് തുടങ്ങിയിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഫാർ വന്നേക്കുന്നതൊക്കെ ഒരു ഓൾമോസ്റ്റ് എവറിത്തിങ് നമുക്ക് ഇങ്ങോട്ട് വന്നേക്കുന്ന ലീഡ്സ് ആണ്. അതിലും എനിക്ക് തോന്നുന്നു മെജോറിറ്റി ലിങ്ക്ഡിൻ ത്രൂ എല്ലാം ആണ് നമുക്ക് കണക്ഷൻസ് വരുന്നത്. ഇന്നോവേഷൻ ആൻഡ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ. നിങ്ങൾ റോബോട്ട്സിനെ വെച്ചിട്ട്, ഹ്യൂമനോയിഡ്സിനെ വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ എന്താണ്? ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും നമ്മുടെ കേരളം? ഞങ്ങളുടെ വെബ്സൈറ്റിൽ ആദ്യത്തെ 4 കവർ ഇമേജ് ഇട്ടേക്കുന്നതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിലൊന്ന് സ്പേസ് ആണോ? ഒന്ന് സ്പേസ് ആണ്, ഒന്ന് അഗ്രികൾച്ചർ ആണ്, ഒന്ന് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെഗ്മെന്റ് ആണ്, ഒന്ന് ഇൻഡസ്ട്രീസ് ആണ്. എവരിവെയർ ഹ്യൂമനോയിഡ് റോബോട്ട്സ് വരും. ഓക്കെ. അനദർ തിങ്, റോബോട്ടിക്സിന്റെ ക്യാപിറ്റൽ ആയിട്ട് മാറാനായിട്ട് പോകുന്നത് കേരളമാണ്. ഓക്കെ. ഇപ്പോൾ ഓൾറെഡി അഗ്രികൾച്ചറിൽ എങ്ങനെ വരിക? അഗ്രികൾച്ചറിലേക്ക് ഇപ്പോൾ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ പല സ്കീമുകളുണ്ട്. ലൈക്ക് ഒരുപാട് ലാൻഡ് നമുക്ക് അലോട്ടഡ് ആണ്. ഒരു ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് കൃഷി ചെയ്യാനായിട്ടും അതിനെ പരിപാലിക്കാനായിട്ടും അതിൻ്റെ ഏറ്റവും ഔട്ട്പുട്ട് പ്രെഡിക്റ്റീവ് അനാലിസിസ് വഴി മനസ്സിലാക്കി അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാനും റോബോട്ട് ഫാമിങ്ങിലൂടെ സാധിക്കും. രാവിലെ റോബോട്ടിനെ ഇറക്കി വിട്ടാൽ മതി. പാടത്തേക്ക്. അതിൽ ഈ പറയുന്ന പോലെ ഫെർട്ടിലൈസേഴ്സ് അടിക്കുന്നത് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കൊടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ആക്ച്വലി ഒരു പ്രോപ്പർ റേഷ്യോ ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ അധികം ഇട്ട് കഴിഞ്ഞാലും കുറവ് ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ റോബോട്ട്സിൽ ഈ പറയുന്ന പോലെ വിഷൻ ക്യാമറാസ് എല്ലാം ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും. അത് പോയിട്ട് ഡെയിലി അനാലിസിസ് ചെയ്തിട്ട് എന്ത് റേഷ്യോയിൽ നമ്മൾ ഫർദർ കൊടുക്കണം അതൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു പാടത്തിന്റെ സൈഡിൽ റോബോട്ട്സിന് വെക്കാനുള്ള ഒരു വെയർ ഹൗസ്, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പറമ്പിന്റെ സൈഡിൽ റബ്ബർ വെട്ടാൻ കുറെ റോബോട്ട്സ്. ലൈക്ക് എന്താ റോബോട്ട്സിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ മനുഷ്യന് കാണാൻ പറ്റാത്ത പലതും ടെക്നോളജി കാണാനായിട്ട് പറ്റും. ലൈക്ക് ഇപ്പോൾ സ്പെക്ട്രൽ മാപ്പിംഗ് ഉണ്ട്. സ്പെക്ട്രൽ മാപ്പിംഗ് ഒക്കെ ഒരു ചെടിക്ക് ഇന്ന പോഷകം കുറവാണ്, ഇല്ലെങ്കിൽ ഇന്ന പെസ്റ്റിസൈഡ്സ് ഓർ വളം ആവശ്യമാണെന്നൊക്കെ റോബോട്ട്സിന് പ്രെഡിക്റ്റീവ് അനാലിസിസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു പയറെടുക്കുക, പയറിൻ്റെ ഇലയിൽ വരുന്ന ഈ മാറ്റം നമ്മൾ ഫൈൻ ട്യൂൺഡ് അല്ല. ലൈക്ക് അതിൻ്റെ കുറേ ഡേറ്റ സെറ്റ് വെച്ച് ഫൈൻ ട്യൂൺഡ് അല്ല. റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ ഫൈൻ ട്യൂൺഡ് ആണ്. 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ റിസർച്ച് പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു പയറിൻ്റെ ഇലയിൽ ഇങ്ങനൊരു മാറ്റം വരികയാണെങ്കിൽ അത് ഇന്ന കാർബൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും മിനറൽസ് കുറവാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ പ്രെഡിക്റ്റീവ് അനാലിസിസ് വഴി ഈൽഡ് നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാനായിട്ടും പറ്റും. ചെയ്തു തുടങ്ങി നമ്മുടെ റിസർച്ചിലുള്ള ഇതാണ്. പക്ഷേ ഇറ്റ്സ് ടേക്ക് 3 or 4 years. സ്പേസിന് എന്താ ചെയ്യണം? സ്പേസിൽ നമ്മൾ നമ്മുടെ ദക്ഷ തന്നെയാണ്. ദക്ഷ നമുക്ക് സ്പേസിൽ റിസർച്ച് പേർപ്പസിന് യൂസ് ചെയ്യുന്ന ദക്ഷ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ദക്ഷയുടെ ഡിഫറെന്റ് വേരിയന്റ് ആണ്. നമ്മൾ ISROയുടെ ഇൻസ്പേസിൽ ഇൻക്യുബേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. വേണമെങ്കിൽ പുള്ളി സ്പേസിൽ പോയിക്കോളും. നമ്മൾ ഹോപ്പ്ഫുള്ളി 2030 നമ്മുടെ സ്പേസ് സ്റ്റേഷനൊക്കെ വരുവാണ്. സോ സ്പേസ് സ്റ്റേഷനിൽ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോബബിലി വിത്തിൻ 15 or 20 years നമ്മുടെ ചന്ദ്രൻ മിഷനുകളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി സ്റ്റാക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ എന്തായിരിക്കും റോബോട്ടിന്റെ റോള്? ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും. ഈ പറയുന്ന പോലെ നമ്മൾ US ബേസ്ഡ് ആയിട്ട് നമ്മളൊരു ക്ലയന്റിന് വേണ്ടി പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. സോ അത് ബേസിക്കലി കറന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ പേഷ്യൻസിൻ്റെ റൂമിൽ ഓട്ടോണോമസ് ആയിട്ട് പോയിട്ട് ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. ദെൻ ഉള്ളിൽ പോയിട്ട് പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, മരുന്ന് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സെർവ് ചെയ്യുക, പേഷ്യൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുമെന്ന്. ലൈക്ക് പേഷ്യൻ്റ് തന്നെ അവിടെ നിന്ന് ഡോക്ടറുമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ കോളിംഗ് വരുന്ന രീതിയിൽ അവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അങ്ങനെ ജസ്റ്റ് നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് റൂം നമ്പർ ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ മെഡിസിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെലിവറി ചെയ്തിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നീ സർജറിക്ക് റോബോട്ടിക് നീ സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ പരിപാടി ഉണ്ട്. എനിക്ക് തോന്നുന്നു അമൃതയിൽ തന്നെ ഇവിടെ 500+ എന്തോ റോബോട്ടിക് സർജറി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. സോ അത് കുറച്ചും കൂടിയും അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതൊരു ഡിഫറെൻറ്റ് സെക്ടറാണ് ആക്ച്വലി. ഈ കുറച്ചും കൂടി പ്രിസിഷൻ വേണ്ടതാണ്. അതായത് ഓരോ നമ്മൾ നീഡിൽ വെച്ചിട്ട് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അത്രയും പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആക്ച്വേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അത് തന്നെ ഒരു ഡിഫറെൻറ്റ്, അതിൽ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഉണ്ട് റോബോട്ടിക്. പക്ഷേ ആ ഒരു ഫീൽഡിൽ കുറച്ച് എൻട്രി ബാരിയർ ഉണ്ട്. ബിക്കോസ് ഹെൽത്ത് ആയതുകൊണ്ടിട്ട് ഫെഡറൽ ലൈക്ക് ഗവൺമെൻറ്റുകളുടെ അപ്രൂവൽസ് ഒക്കെ വേണം. സോ അതൊരു ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയാണ്. ലൈക്ക് നമുക്ക് ആ ഒരു പ്രിസിഷൻ ഇതിലേക്ക് പോകണമെങ്കിൽ അത്രത്തോളം റിസർച്ച് വേണം, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽസ് വേണം. കാരണം മനുഷ്യ ശരീരത്തിലാണല്ലോ. ഇപ്പോൾ ഫസ്റ്റ് BSFന് പ്രോജക്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു, BSFൻ്റെ അന്വേഷണം വന്നു. ഇപ്പോൾ ഡിഫൻസിൽ ഒരു ഏരിയ ആണ് ഹ്യൂമനോയിഡ്സിൻ്റെ. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് സോളാർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, 1 ടൈം പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നോക്കുന്നു. അപ്പോൾ അവിടെ വേൾഡ് ലീഡേഴ്സ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ.
ക്ലൈമറ്റ് ചേഞ്ചിനൊന്നും അവർക്ക് ആലോചന ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഡിഫൻസിൽ ഹ്യൂമനോയിഡ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താ? നിങ്ങൾ എന്താ ലോകത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ കൊടുക്കാൻ പോണേ? എനിക്ക് തോന്നുന്നു യുദ്ധത്തിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റുമോ? അല്ല, ഇത് നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്, ഹ്യൂമൻലെസ് വാർ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സിയാച്ചിൻ ലൈക്ക് നമ്മുടെ LOCയുടെ അപ്പുറമൊക്കെ ഓൾറെഡി ചൈന റോബോട്ട്സിനെ ഡിപ്ലോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പല ഇമേജസ് അതിനുശേഷമാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ ഇന്ത്യയും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡോഗ് റോബോട്ട്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. സോ റോബോട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജി ഉള്ളപ്പോഴും നമുക്ക് ഒരു ഭദ്രതയാണ്. ലൈക്ക് നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരാളെ ആണവായുധം ഉണ്ടാക്കുന്ന ഒരാളെ അത് ചെയ്യാനല്ല, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ ആരും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരില്ല എന്നുള്ളതാണ്. സോ ഡിഫൻസ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും ചേഞ്ച് ആകുമ്പോഴാണ്, ഹ്യൂമൻലെസ് ടെക്നോളജിയിലേക്ക് മാറാനായിട്ട് പോവാണ്. അതിനകത്ത് ഒരു വലിയ പാർട്ടാണ് റോബോട്ട്സും ഡ്രോൺസും എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള വാർഫീൽഡ് LOC മാപ്പിംഗ് ട്രജക്ടറിയിലെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ഡിപ്ലോയ് ചെയ്യാനായിട്ടും അത് അനലൈസ് ചെയ്യാനായിട്ടും സാധിക്കുന്ന റോബോട്ട്സിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഡിപ്ലോയിങ് സോൾജർ റോബോട്ട്സ് ആയിരിക്കും. അതെ. അവർ നിന്നോളൂ, അവർ നോക്കിക്കോളൂ എല്ലാം. ഇപ്പൊ US ഖത്തറിൽ അവിടെയൊക്കെ കൊടുത്തു പറഞ്ഞു. ഇവിടെ കേരളത്തിൽ കളമശ്ശേരി നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും റോബോട്ട്സ് ഉണ്ട്? നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാം ഔട്ട്സൈഡ് ആണ്, സൗദി. എന്തിനാ ഡിപ്ലോയ് ചെയ്തേക്കണേ? ലൈക്ക് എഡ്യൂക്കേഷൻ പർപ്പസ്, ജനറൽ പർപ്പസ്, ലൈക്ക് സർവീസ് സെഗ്മെന്റിലാണ്. നമ്മൾ ഓൺടർപ്രണർഷിപ്പിൽ നിൽക്കുമ്പോൾ ടെൻഷൻ വരും എന്നുള്ള ഉറപ്പാണ്. ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? റോബോട്ടിനോട് പോയി സംസാരിക്കുക. അല്ല, എനിക്ക് തോന്നുന്നു ടെൻഷൻ വരുമ്പോൾ കുറച്ചുകൂടി ടൈം വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് മറന്നോളും. പിന്നെ ലൈക്ക് നമ്മൾ ടെൻഷൻ നമുക്ക് ആർക്കും കൊടുക്കാനില്ല, നമുക്ക് അടിയിൽ നിന്നാണ് ഇങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നില്ല, പ്രോബ്ലംസ് വരുന്നത്. അതിന് സൊല്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടി വർക്ക് ചെയ്യാന്നുള്ളതാണ്. സൂപ്പർ. അപ്പം ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഹ്യൂമനോയിഡ് റോബോട്ട്സ് നമ്മുടെ നാട്ടിൽ പല ജോലികൾക്കും നമ്മൾ തന്നെ 5 കൊല്ലം കഴിഞ്ഞ മൊബൈൽ കൊണ്ട് നടക്കുന്ന പോലെ, വണ്ടി കൊണ്ട് നടക്കുന്ന പോലെ അവരുടെ കൂടെ നടക്കുന്ന ഒരു വിഷ്വൽ എനിക്ക് കിട്ടി. അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പം iHub-ന്റെ നല്ല ഹ്യൂമനോയിഡ് റോബോട്ട്സ് വരട്ടെ നമുക്ക് എല്ലാ പരിപാടികൾക്കും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്.